ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ബാലി ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞാൽ നല്ലോണം ലേറ്റായി, കാരണം ഓരോ വീഡിയോസും ഇടാനായിട്ട് ഞാൻ വൈകുന്നുണ്ട്. ലാസ്റ്റ് ഇയർ തായ്ലൻഡിൽ പോയ വീഡിയോ മുഴുവനായിട്ട് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അതും ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് ഫസ്റ്റ് പാട്ട് ഇട്ടിട്ടാവാം, ബാക്കി ഓരോന്നായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതായിട്ട് കൊച്ചിയിൽ നിന്ന് വൈകിട്ട് രാത്രി ഫ്ലൈറ്റ് ആയിരുന്നു, എയർ ഏഷ്യയുടെ. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു നമ്മൾ. അപ്പോൾ കൊച്ചി ടു കൊലാലംപൂർ ടു ബാലി, അങ്ങനെയാണ്. അപ്പോൾ ബാലിയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടുത്തെ ടൈം 12:30 മണിക്കാണ് എത്തുന്നത്. കൊലാലംപൂരിൽ നിന്ന് 7 മണിക്ക് നമ്മൾ കൊലാലംപൂർ 7 മണിക്ക് എത്തും. 9:30 അവിടുന്ന് ഫ്ലൈറ്റ് ആയിരുന്നു അത് കേട്ടോ. അങ്ങനെ കണ്ടിരുന്നിട്ട് എപ്പോഴാണ് കണ്ണടഞ്ഞു പോയി എന്ന് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വെളുപ്പാൻ കാലത്ത് നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ നമുക്ക് ആകാശത്തിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ സൂര്യൻ്റെ ഉദിച്ചു വരുന്ന ആ കളറും അതൊക്കെ കാണാനുണ്ടല്ലോ, സൂപ്പറാണ്, അടിപൊളിയാണ്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്. ഇതേപോലെ അത്ര സുന്ദരമായ ആകാശം കണ്ട് ഉണർന്നത് ഞങ്ങൾ കഴിഞ്ഞ തായ്ലൻഡിൽ പോയപ്പോഴായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ കൊലാലംപൂരെത്തി. ഇനി ഇവിടെ നമ്മൾ ഒരു 7:30 കൂടിയിട്ടാണ് എത്തിയത്. ഇനി ഒരു 9:30 വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം. 9:30 നമ്മുടെ ഫ്ലൈറ്റ്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് വലിയ ഫ്ലൈറ്റായിരുന്നു കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഈ വലിയ ഫ്ലൈറ്റിൽ കയറുന്നത്. എയർ ഏഷ്യ തന്നെയായിരുന്നു, പക്ഷെ 3 ലൈനായിട്ടായിരുന്നു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അതൊരു രസം തോന്നി. അങ്ങനെ നമ്മളിതാ എത്തി ബാലിയിൽ. അപ്പോൾ നല്ല വെൽക്കമിങ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അവർ മാലയിട്ട് സ്വീകരിച്ചു നമ്മളെ. Welcome to Bali. പിക്കപ്പ് ചെയ്യാനായിട്ട് അവർ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ചെന്നിറങ്ങിയവർക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമാണ് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ ലഗേജൊന്നും ഉണ്ടായിരുന്നില്ല, ബാക്ക് പാക്ക് മാത്രമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകിട്ട് ഇവിടുന്ന് തലേദിവസം വൈകിട്ടാണല്ലോ പോണത്. പിറ്റേ ദിവസം നമ്മളൊരു ഉച്ചയോട് കൂടിയിട്ട് അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ചെന്ന വഴിക്ക് നമ്മൾ ഫ്രഷപ്പ് ആവുകയാണ് ആദ്യം ചെയ്തത്. എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്രഷപ്പായിട്ടാണ് നമ്മൾ പുറത്തുവിടുന്നത്. പിന്നെ ഈ ബാലി തായ്ലൻഡിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു നാട്ടിലേക്ക് വന്നിരിക്കണമെന്ന് തോന്നുകയില്ല. ആൾക്കാരെ കാണുമ്പോൾ ഭാഷ സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്കത് തോന്നുള്ളൂ. കാരണം നാട് ഏകദേശം നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെയാണ്. തെങ്ങും വാഴയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള പ്രകൃതി സൗന്ദര്യമൊക്കെ ഏകദേശം നമ്മുടെ പോലെ തന്നെ. നെല്ല് കൃഷി, പിന്നെ കപ്പയൊക്കെ കണ്ടിട്ട് ഞാൻ അതിശയിച്ചു. അവിടെ കപ്പയുണ്ട്, പിന്നെ ചേന, മറ്റേ എന്താ പറയുക, പപ്പായ, പിന്നെ ഇഞ്ചി, മഞ്ഞൾ, ഇവയൊക്കെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഓടിട്ട വീടുകൾ, പിന്നെ പെട്ടെന്ന് നോക്കിയാലും അമ്പലങ്ങളാണ്. ബാലി പറയുമ്പോൾ ഇന്തോനേഷ്യ മുസ്ലിം കൺട്രി ആണെങ്കിൽ കൂടിയിട്ടും ബാലിയിൽ ഫുൾ ഹിന്ദു ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഓരോ മുക്കിലും മൂലയിലും ഒരു വീട്ടിലും അമ്പലമാണുള്ളത്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ കന്താര ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കന്താരയിലാണ് ഞങ്ങളുടെ ഫസ്റ്റ് 3 ഡേയ്സ്. അപ്പോൾ ഞങ്ങൾ ഒരു 1 വീക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല, കാരണം മക്കളുടെ പഠിപ്പും ജോലിയുടെയൊക്കെ നോക്കിയിട്ട് പോയ കാരണം കൊണ്ട് അവർക്ക് 3 ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഒരു 2 ദിവസം കൂടി ഫുള്ള് രാമായണം മഹാഭാരതം ബേസ്ഡ് ആയിട്ടുള്ള കുറേ സ്റ്റാച്യൂസ് കാണട്ടോ നമുക്കിവിടെ. ഗീതോപദേശം, ലങ്കാദഹനം, സീത, മറ്റേ എന്താ പറയുക, ബാലി സുഗ്രീവ യുദ്ധം, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം നമുക്ക്. അങ്ങനെ നമ്മളിതാ കന്താരയിലേക്ക് പ്രവേശിച്ചു. ഒരു വില്ല ടൈപ്പ് പ്രോജക്റ്റാണ് അത്. വില്ലയുണ്ട്, അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പാർട്ട്മെൻറ്റിൻ്റെ പണി പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളപ്പോൾ ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റാണ്. വില്ല പ്രോജക്റ്റ് ഇവരുടെ ആദ്യത്തെ. ഇപ്പോൾ 2 ബെഡ്റൂം 3 ബെഡ്റൂം 4 ബെഡ്റൂം വിത്ത് പ്രൈവറ്റ് പൂളായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് അവരുടേത്. അപ്പോൾ അതൊക്കെ നല്ല രസമാണ്. പക്ഷെ അതൊക്കെ കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇല്ലെങ്കിൽ പിന്നെ നമുക്കിനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമുക്കതൊക്കെ കാണാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ സ്റ്റേ ചെയ്യണോടത്ത് കാഴ്ചകൾ കാണാം. ഇവിടെയാണ് നമ്മളുടെ സ്റ്റേ വരണത്. അപ്പോൾ ഇതൊക്കെയാണ് ആ വില്ലകൾ. ഞങ്ങൾ പറഞ്ഞ വില്ലകൾ ഇതൊക്കെയാണ്. നമ്മളുടെ ഇവിടെ ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങളുടെ സ്റ്റേ വരുന്നത്.
കർമ്മകന്താര മെൻറ്റേരി. ഈ അടുക്ക് കുടിക്കാൻ മരിക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് ഞങ്ങൾ പെട്ടെന്നാണ് തീരുമാനങ്ങൾ ഉണ്ടാവുക. പെട്ടെന്ന് തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്കിപ്പോൾ വിചാരിച്ച സ്ഥലം കിട്ടില്ലേ താമസിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വില്ല കിട്ടാണ്ട് അപ്പാർട്ട്മെൻറ്റായി പോയത്. പക്ഷേ ന്യൂ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ അത്. പിന്നെ ഇവിടുത്തെ യാത്രയ്ക്ക് നമുക്കിത് ആ ബഗ്ഗി ഉപയോഗിക്കാം. പിന്നെ ഇവിടുത്തെ വഴികളാണ്, ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്നായാലും വില്ലകളിൽ നിന്നായാലും പോണ വഴികൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അതുപോലത്തെ ചെറിയ ചെറിയ വഴികളാണ്. അതിൽ കൂടെ കുന്നും മലയും ഇറങ്ങി പോണ പോലെ വേണം നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിലും പ്രൈവറ്റ് ബീച്ചിൽ പോകണമെങ്കിലും ഇൻഫിനിറ്റി പൂളിൽ പോകണമെങ്കിലും ഒക്കെ നമ്മൾ ഈ ബഗ്ഗി വിളിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളിതാ റൂമിലേക്ക് എത്തി. ഇത് ഫസ്റ്റ് റൂം മക്കളുടെ റൂം. ഒരു ചെറിയ കിച്ചൺ സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഒരു റൂമാണ്. അപ്പോൾ ഇത് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ബാൽക്കണി ഉണ്ട്. ഈ വഴിക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ ബാൽക്കണി ഉണ്ട്. പിന്നെ റൂം കഴിഞ്ഞ് പിന്നെ വലിയൊരു വാഷ്റൂം അടിപൊളിയാണ് കേട്ടോ. സമയം കളയാനില്ല, അടുത്ത പ്രോഗ്രാമിന് പോകാനുള്ള സമയം എന്ന് പറയും. കാരണം 3 ദിവസത്തെ ഐറ്റിനറി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചെന്ന അന്ന് തൊട്ട് തുടങ്ങുകയായി. അപ്പോൾ അത് പോകാനുള്ള സമയം വൈകിക്കേണ്ടെന്നാണ് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇത് ഞങ്ങളുടെ റൂമാണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് അത് ബാൽക്കണിയിലേക്ക് 2 റൂമിൽ നിന്നും ഉണ്ട് കേട്ടോ. ബാൽക്കണി ഇങ്ങനെയാണ്, നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ട് കടന്നിരുന്ന് ഇപ്പോൾ ഇരിക്കാനുള്ള സമയമൊന്നുമില്ല. അത് കഴിഞ്ഞ് കിച്ചണിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കഴിക്കാനുള്ള സാധനങ്ങളും ഒക്കെ അവർ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവനുണ്ട്, ടോസ്റ്ററുണ്ട്, കോഫി മേക്കറുണ്ട്, പിന്നെ കെറ്റിലുണ്ട്, സകല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമുക്കിവിടെ ഉണ്ടാക്കി കഴിക്കാം. ഈ നാരിയൽ ചിപ്സ്, മാംഗോ ചിപ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. പൈസ അവർ നമ്മുടെ ഇത് ആക്കുമ്പോൾ അത് ആഡ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇതൊക്കെ നോക്കി സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ കൊണ്ടുവച്ചു. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇന്ന് 4 മണിയോട് കൂടിയിട്ട്, അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു 2:30-3 മണിക്കുള്ളിൽ ഞങ്ങളിവിടെ റൂമിലെത്തി. ഇനിയിപ്പോൾ ഇത്തിരി എന്തെങ്കിലും ഒരു തുള്ളി വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ചിറങ്ങാണ് പോവാനായിട്ട്. അപ്പം ബഗ്ഗി വന്ന് കയറി പോവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ടെമ്പിളുണ്ട്, ടെമ്പിൾ കാണാൻ പോവാണ്. ഞങ്ങളെ കൊണ്ടുവന്ന ടാക്സി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വഴികൾ. കണ്ടില്ലേ, കല്ലൊക്കെ വെറുതെ പറക്കി കൂട്ടി വെച്ച പോലെയില്ലേ സൈഡിൽ മതിൽ കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൊന്നൊരു മണലോ വേറെ യാതൊന്നും കാണാനില്ല. പക്ഷേ അതൊക്കെ അത്ര ഉറപ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടുത്തെ എല്ലാം അങ്ങനെ തന്നെയാണ്, മതിലുകൾ മൊത്തം. കണ്ണിന് നല്ല കുളിർമ തരുന്ന കാഴ്ചകളാണ് കേട്ടോ ചുറ്റിലും. അപ്പോൾ ഞങ്ങളിത് ബഗ്ഗി ഒന്ന് കയറി പോവുകയാണ്. പോണ വഴിയുണ്ടോ, ഒരു ബഗ്ഗിക്ക് പോകാനുള്ള അത്രയും സ്പേസേ ഉള്ളൂ വഴിക്ക്. കയ്യോ കാലോ ചുമരുമ്പോൾ മതിലുമ്പോൾ ഒരയാണ്ട് നമ്മൾ നോക്കിയിരുന്നില്ലെങ്കിൽ പോയി. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ ലോബിയിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് നമ്മുടെ ടാക്സിയിൽ നമ്മൾ ആ ടെമ്പിളിൽ പോവുകയാണ്. അപ്പോൾ ഒരു 7 മണി വരെ അവിടെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ 2 പ്രോഗ്രാമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കിട്ടും മാത്രമേ അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ അതൊക്കെ കണ്ടതിന് നമ്മൾ തിരിച്ചിങ്ങോട്ട് രാത്രി എത്തുള്ളൂ. കാറ് വരുന്നവരെ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്.
അങ്ങനെ തിരിച്ച് ഞങ്ങളെത്തിയപ്പോൾ രാത്രിയായി. അപ്പോൾ രാത്രി ഈ കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു പാത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. അതായത് നമുക്ക് വണ്ടി വന്ന് അവിടെ ഇറങ്ങാം, ഇതിൻ്റെ ഫ്രണ്ടിൽ ലോബിയിൽ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് ബഗ്ഗിയിൽ ഇങ്ങോട്ട് വരികയും ചെയ്യാം. ബഗ്ഗിയിൽ ഇവിടേക്ക് ഈ കാണുന്ന അവിടേക്കാണ് നമ്മൾ എത്തുക ലോബിയിൽ നിന്ന്. അല്ലാണ്ട് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ വേറൊരു എൻട്രൻസ് ഉണ്ട്, അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് എത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ആ ടെമ്പിളിൽ പോയിട്ടുള്ള കാഴ്ചകളൊന്നും ഇപ്പോൾ ആഡ് ചെയ്യണില്ല. പകരം നമുക്ക് ഇന്ന് ഫുൾ റിസോർട്ടിൻ്റെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിമാരി റെസ്റ്റോറൻ്റ് ഉണ്ട്. അതായത് ഇവരുടെ നമ്മുടെ കർമ്മ കന്താരയുടെ കീഴിൽ തന്നെയുള്ള റെസ്റ്റോറൻ്റാണ്. അത് കുറച്ച് അങ്ങോട്ട് പോകണം, ഒരു 5 മിനിറ്റ് ബഗ്ഗിയിൽ നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ നമ്മൾ ലോബിയിൽ വന്ന് ബഗ്ഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി ഇവിടുന്ന് ഡിമാരയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഈ ഡിമാര റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ പ്രൈവറ്റ് ബീച്ച് ഉള്ളത്. അതുപോലെ തന്നെ പ്രൈവറ്റ് പൂളല്ല, ഇൻഫിനിറ്റി പൂളൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ നമുക്കിനി റെസ്റ്റോറൻറ്റും മറ്റുള്ള കാഴ്ചകളും കാണാം. അതിന് ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫുൾ
അങ്ങനെ 28-ാം തീയതിയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ അന്ന് അമ്മൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ പോയി വന്നതിന് ശേഷം റെസ്റ്റോറൻറ്റിൽ വന്നു. അവിടെ സർപ്രൈസായിട്ട് അവർ ഒരു ചെറിയ കേക്കൊക്കെ ആ സമയത്ത് ഉണ്ടാക്കി. ചെറുത് കേട്ടോ, മറ്റേ വലിയ ടൈപ്പ് കേക്കൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ പേസ്ട്രി പോലെ ഒരു കേക്കൊക്കെ കൊണ്ടുവന്ന് മുറിക്കാനായിട്ട് അവർ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി വന്നിട്ടുണ്ടായിരുന്നു. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. Thank you. Udu.